ഷിംജിത മുസ്തഫയ്ക്കായി ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. ആഭ്യന്തര മന്ത്രാലയത്തിനാണ് സർക്കുലർ കൈമാറിയത്. ആവശ്യമെങ്കിൽ യുവതിയുടെ ഫോട്ടോ ഉൾപ്പെടുത്തി നോട്ടീസ് പുറത്തിറക്കുമെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം യുവതി മുൻകൂർ ജാമ്യം തേടി കോഴിക്കോട് ജില്ലാ കോടതിയെ സമീപിച്ചു. റിയാസ് KMR വിവരങ്ങൾ നൽകും. യു ദീപക് എന്ന് പറയുന്ന കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ജീവനൊടുക്കിയ സംഭവത്തിലാണ് ഷിംജിത മുസ്തഫയ്ക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പോലീസ് പുറത്തിറക്കിയത്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ T. നാരായണദാസാണ് ഇത് സംബന്ധിച്ച ലുക്കൌട്ട് സർക്കുലർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിട്ടുള്ളത്. ഇവർ വിദേശങ്ങളിലേക്ക് കടക്കാതിരിക്കാനുള്ള ഒരു നടപടിക്രമത്തിന്റെ ഭാഗമാണ്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ യു ദീപക് ജീവനൊടുക്കുന്ന സാഹചര്യമുണ്ടായിട്ടുള്ളത്. പയ്യന്നൂരിൽ വെച്ച് ബസ് യാത്രക്കിടെ ഇദ്ദേഹത്തിനെതിരെ അപകീർത്തികരമായ തരത്തിലുള്ള വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു. ബസ് യാത്രക്കിടെ ലൈംഗികാതിക്രമം നടത്തിയെന്ന തരത്തിൽ ദീപകിനെതിരെ അപകീർത്തികരമായ വീഡിയോ ഈ ഷിംജിത മുസ്തഫ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ദീപക് ജീവനൊടുക്കുന്ന സാഹചര്യമുണ്ടായത്. പിന്നാലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം പിന്നീടാണ് ഈ യുവതിക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമുണ്ടായിട്ടുള്ളത്. അത് കേസ് രജിസ്റ്റർ ചെയ്തതോടുകൂടി യുവതി ഒളിവിൽ പോവുകയും പിന്നീട് ഇവരെ കണ്ടെത്താനായി അന്വേഷണ സംഘം ഊർജിതമായ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഇവർ രാജ്യം വിട്ടിട്ടുണ്ടാകാമെന്നൊരു നിഗമനമായിരുന്നു പോലീസിന് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവർ രാജ്യം വിട്ടിട്ടില്ല, പകരം കേരളം വിട്ടിട്ടുണ്ട്. മംഗളൂരുവിൻ്റെ പരിസരങ്ങളിലോ ഇവർ തങ്ങുന്നുണ്ട് എന്നൊരു വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ T. നാരായണദാസ് ഇത് സംബന്ധിച്ച ഒരു ലുക്കൌട്ട് സർക്കുലർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയിരിക്കുന്നത്. ആവശ്യമെങ്കിൽ ലുക്കൌട്ട് നോട്ടീസ് തന്നെ പുറത്തിറക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. ഇവരുടെ ഫോട്ടോ ഉൾപ്പെടെ വെച്ചും മറ്റു വിശദാംശങ്ങളും അടങ്ങിയ ലുക്കൌട്ട് നോട്ടീസ് ആയിരിക്കും പുറത്തിറക്കുക. അതേസമയം തന്നെ ഈ ഷിംജിത ജാമ്യം തേടിക്കൊണ്ട് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. ശരി.